ചൂയിങ്കം. കഥ ബിജു തുറയിൽക്കുന്ന്. അയാളുടെ ഇടത് കാൽവെള്ളയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചൂയിങ്കം ചൂണ്ടി മണിക്കുട്ടൻ കുഞ്ഞു പെങ്ങളോട് പറഞ്ഞു, മീനുക്കുട്ടി, ഇന്നലെ നമ്മൾ തിന്ന ചൂയിങ്കം ദേ അച്ഛൻ ചവിട്ടിയെടുത്തു. നിലത്തിരിക്കുന്ന അമ്മയുടെ മടിയിലിരുന്ന ആ 3 വയസ്സുകാരി അവനെ നോക്കി നിഷ്കളങ്കമായി ചിരിച്ചു. കൂട്ടുകാരൻ വിദേശത്ത് നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ചൂയിങ്കം അയാൾ മക്കൾക്ക് കൊടുത്തത് രാവിലെയായിരുന്നു. തലേന്ന് രാത്രിയിൽ വീടണയുമ്പോൾ കുട്ടികൾ ഉറക്കമായതിനാൽ അയാൾ അത് അവർക്കായി മാറ്റിവെക്കുകയായിരുന്നു. കൂട്ടുകാരൻ സമ്മാനിച്ച വിദേശ മദ്യത്തിൻ്റെ മയക്കം അയാളുടെ കൺപോളകളെ അലട്ടിയിരുന്നതിനാൽ ഭക്ഷണം പോലും കഴിക്കാതെ കുട്ടികൾക്കൊപ്പം നിലത്തു വിരിച്ച പ്ലാസ്റ്റിക് പായിൽ കിടക്കുകയായിരുന്നു. നേരം പുലർന്നയുടൻ തന്നെ കുട്ടികളെ വിളിച്ചുണർത്താൻ അവരുടെ അമ്മ അടുത്ത മുറിയിൽ നിന്നുമെത്തി. അയാൾക്കരികിൽ അവൾ കിടന്നുറങ്ങിയിട്ട് അന്ന് 2 മാസം തികയുന്ന ദിവസമായിരുന്നു. ഉറക്കച്ചടവുള്ള മീനുക്കുട്ടി പ്രിയപ്പെട്ട അച്ഛനെ കെട്ടിപ്പിടിച്ച് വീണ്ടും കിടന്നെങ്കിലും മണിക്കുട്ടൻ അമ്മയുടെ അലർച്ച കേട്ട് ചാടി എഴുന്നേറ്റു. അവൻ 1-ാം ക്ലാസ്സിലാണിപ്പോൾ. രാവിലെ ട്യൂഷൻ ക്ലാസ്സിൽ എത്തേണ്ടതുണ്ട്. വൈകിയാൽ ട്യൂഷൻ ടീച്ചറുടെ ചൂരൽ ചന്തിയോട് ഏറ്റുമുട്ടുമെന്ന് അവനറിയാം. ആ ഉൾഭയം കൊണ്ട് കുഞ്ഞിക്കണ്ണുകൾ ഞെരടി അവൻ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റു. അത് കണ്ടുകൊണ്ടാണ് അവൻ്റെ അമ്മ അടുക്കളയിലേക്ക് പോയത്. അസൂയയോടെ അച്ഛൻ്റെ മാറിടത്തിൽ കയറി കിടക്കുന്ന പെങ്ങളെ അവൻ നോക്കി. വീണ്ടും അച്ഛനരികിൽ കിടക്കണമെന്ന് തോന്നിയെങ്കിലും അമ്മയുടെ ശബ്ദത്തിൻ്റെ അലയൊലികൾ അവനെ ഭയപ്പെടുത്തി. അവൻ്റെ അമ്മ എപ്പോഴും അങ്ങനെയാണ്, എന്തും ഉച്ചത്തിലേ പറയുകയുള്ളൂ. തൻ്റെ അച്ഛൻ പലപ്പോഴും അമ്മയോട് മിണ്ടാറില്ലെന്ന് അവൻ ഓർത്തു. അവളുടെ ഉച്ചത്തിലുള്ള ശകാരം കേട്ടപ്പോൾ തന്നെ അയാൾ ഉണർന്നതാണ്. എങ്കിലും ഉണർന്ന ഭാവം കാട്ടാതെ കണ്ണുമടച്ചു കിടന്നു. ഉറങ്ങുന്ന മീനുക്കുട്ടിയെ മണിക്കുട്ടൻ കുലുക്കി ഉണർത്താൻ നോക്കി. അവൾ ഉണരുന്നില്ലെന്ന് കണ്ടതോടെ ചിണുങ്ങിക്കൊണ്ട് അവൻ വീണ്ടും അച്ഛനോട് ചേർന്ന് കിടന്നു. അയാൾ തൻ്റെ മകനെ ചേർത്ത് പിടിച്ചു. അവൻ്റെ പുറത്ത് മെല്ലെ തലോടി. ഏറെ നേരമായിട്ടും ഉറക്കമെഴുന്നേറ്റ മകനെ കാണാത്തതിനാൽ അടുക്കളയിൽ നിന്ന് ദേഷ്യത്തോടെ അവൾ വീണ്ടും കെട്ടിയോനും കുട്ടികളും കിടക്കുന്ന മുറിയിലേക്കെത്തി. പിന്നാലെ അവളുടെ ജരാനരകൾ ബാധിച്ച അമ്മയും മുറിയുടെ വാതിൽക്കലെത്തി. അയാൾ എന്നും രാവിലെ 8 മണിക്കാണ് ജോലിക്കായി ഇറങ്ങാറുള്ളത്. കൂട്ടുകാരൻ തൻ്റെ സൈക്കിളിൽ വന്ന് അയാളെയും കൂട്ടി പോവുകയാണ് പതിവ്. കൂട്ടുകാരൻ എത്തുന്നതിന് മുമ്പ് അയാൾ തയ്യാറായി നിൽക്കാറുണ്ട്. ഭക്ഷണമെല്ലാം പുറത്തെ ഹോട്ടലിലായിട്ട് നാളുകളേറെയായി. ഭാര്യ അടുത്ത കാലത്തായി അയാളുടെ നേരെ നോക്കാറ് പോലുമില്ല. എങ്കിലും കുട്ടികൾ അയാൾക്കൊപ്പമാണ് കിടത്തം. അച്ഛനെന്നാൽ അവർക്ക് ജീവനാണ്. ഭാര്യാമാതാവിൻ്റെ വീട്ടിൽ കഴിയുന്നുവെന്ന അപമാനഭാരം ആ അഭിമാനിയായ ചെറുപ്പക്കാരനെ അന്തർമുഖനാക്കുന്നത് അയാളുടെ കൂട്ടുകാർക്കും അയൽക്കാർക്കും നന്നായി അറിയാം. അവർക്കൊക്കെ അയാൾ പ്രിയപ്പെട്ടവനാണ്. പുറത്തിറങ്ങിയാൽ എപ്പോഴും ചിരിക്കുന്ന മുഖവുമായി നടക്കുന്ന ചെറുപ്പക്കാരൻ. പ്രണയിച്ച് വിവാഹം കഴിക്കുമ്പോൾ തൻ്റെ വീട്ടുകാരെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും അയാൾ ചിന്തിച്ചിരുന്നില്ല. ഭാര്യ വീട്ടിലെ താമസത്തിനൊപ്പം 2 കുട്ടികൾ കൂടി ആയതോടെയാണ് പുതിയ വീടെന്ന സ്വപ്നമുണർത്തി ഭാര്യാമാതാവ് എത്തിയത്. ചെറിയ ലോണും സുഹൃത്തുക്കളുടെ സഹായവുമൊക്കെയായി വളരെ വേഗം വീടുയരുമ്പോൾ തൻ്റെ സഹോദരങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാനായി. ഡാ! അവളുടെ നീണ്ട നിലവിളിക്കൊപ്പം മകൻ്റെ തുടയിൽ മരത്തവി വീഴുകയും ചെയ്തു. മണിക്കുട്ടൻ അലറിക്കരഞ്ഞ് ചാടി എഴുന്നേൽക്കുമ്പോൾ ആ ശബ്ദം കേട്ട് മീനുക്കുട്ടിയും ഉണർന്നു കരഞ്ഞത് അയാൾക്ക് സഹിക്കാനായില്ല. ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പായുമ്പോൾ മനസ്സിൽ എന്തൊക്കെയോ നീറിപ്പോവുകയായിരുന്നു. ടോയ്ലറ്റിൻ്റെ ഭിത്തിയിൽ കൈ മുറുക്കെ ഇടിച്ച് ദേഷ്യം തീർക്കുമ്പോഴും മീനുക്കുട്ടിയുടെ കരച്ചിൽ നിലച്ചിരുന്നില്ല. ടോയ്ലറ്റിലെ ദുർഗന്ധത്തേക്കാൾ ഭാര്യയുടെ വാക്കുകളിലെ ദുർഗന്ധം അയാളെ അസ്വസ്ഥനാക്കി. മണിക്കുട്ടൻ കരച്ചിൽ നിർത്തി ടോയ്ലറ്റിൻ്റെ വാതിലിൽ തട്ടുമ്പോഴാണ് അയാൾക്ക് പരിസരബോധമുണ്ടായത്. വാതിൽ തുറന്ന് പുറത്തിറങ്ങി മകനെ ആശ്വസിപ്പിക്കാൻ കൈനീട്ടും മുമ്പ് അവൻ ടോയ്ലറ്റിൻ്റെ കുറ്റിയിട്ട് കഴിഞ്ഞിരുന്നു. കുട്ടികൾ എത്ര വേഗമാണ് സങ്കടങ്ങൾ മറക്കുന്നതെന്ന് അയാൾ ഓർത്തു. അവരുടെ മനസ്സിൽ ചിന്തകളേ ഇല്ലാത്തതിനാൽ അവർ എത്ര സന്തോഷത്തിലാണ് കഴിയുന്നത്. മീനുക്കുട്ടിയുടെ കരച്ചിൽ ശക്തി കുറഞ്ഞ് തേങ്ങലായി മാറി. അയാൾ മെല്ലെ നടന്ന് മുറിയിലെത്തി. മീനുക്കുട്ടിയെ കിടക്കപ്പായിൽ നിന്നെടുത്ത് തൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ചൂയിങ്കങ്ങൾ എടുത്തു കൊടുത്തു. ചേട്ടനും കൊടുക്കണമെന്ന് അവളെ പ്രത്യേകം ഓർമ്മിപ്പിച്ചു.
പ്രഭാത കൃത്യങ്ങൾ കഴിച്ചു വരുമ്പോഴേക്കും സുഹൃത്ത് സൈക്കിളുമായി റോഡ് വക്കിലെത്തി മണി മുഴക്കി തുടങ്ങിയിരുന്നു. അയാൾ റോഡിൽ ഇറങ്ങും മുമ്പ് തന്നെ മരുമകനെ ആക്ഷേപിച്ച് കൂട്ടുകാരനോട് അമ്മായിയമ്മ പുലഭ്യം പറഞ്ഞു തുടങ്ങിയിരുന്നു. അത് പതിവുള്ളതായതിനാൽ അവൻ തല കുനിച്ച് ഇറങ്ങി പോയതേയുള്ളൂ. ഒരു ശാപം പോലെ അവരുടെ ശബ്ദം അയാൾക്ക് അനുഭവപ്പെട്ടു. അപമാനത്തിൻ്റെ ഇരുമ്പ് കെട്ടികൾ തലയിൽ വീണ്ടും വീണ്ടും കയറ്റി വയ്ക്കും പോലെ. കെട്ടിട നിർമ്മാണത്തിനിടയിൽ കോൺക്രീറ്റ് കട്ടകൾ തലയിൽ ചുമന്ന് പടികൾ കയറുമ്പോൾ പോലും ഇത്ര തലവേദന അയാൾക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസം സ്വകാര്യ പണമിടപാടുകാർ തന്നെ തേടി വന്നതിൻ്റെ ആഘോഷമാണ് തെറിപ്പൂരമായി അവർ അയൽക്കാർ കേൾക്കെ അയാൾക്ക് സമ്മാനിക്കുന്നത്. ട്യൂഷൻ കഴിഞ്ഞെത്തിയ മണിക്കുട്ടന് മീനുക്കുട്ടി അച്ഛൻ സമ്മാനിച്ച ചൂയിങ്കങ്ങൾ നൽകിയതോടെ അവൻ അച്ഛനോട് ഏറെ സ്നേഹം തോന്നി. അച്ഛൻ കയറി വരുമ്പോൾ എന്നും എന്തെങ്കിലും തനിക്കും മീനുക്കുട്ടിക്കും വാങ്ങിക്കൊണ്ടുവരാറുണ്ടെന്ന് അവൻ ഓർത്തു. കയ്യിൽ കിട്ടിയതെല്ലാം അവർ മത്സരിച്ച് ചവച്ച് മുറ്റത്തേക്ക് തുപ്പിയിടുമ്പോൾ അമ്മുമ്മയുടെ ശകാരം അവരുടെ കാതുകളിൽ ആളിക്കുന്നുണ്ടായിരുന്നു. അന്നും അച്ഛൻ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് കരുതി അവർ കാത്തിരുന്നെങ്കിലും അറിയാതെ ഉറക്കം അവരെ കൂടെ കൂട്ടുകയായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ അമ്മുമ്മയുടെ അലർച്ച കേട്ട് മണിക്കുട്ടൻ ഞെട്ടിയെഴുന്നേറ്റു. പതിവുള്ള അടികലശവുമായി അമ്മ വാതിൽക്കലില്ലാത്തതിനാൽ അവൻ തിരിഞ്ഞു കിടന്നു. മക്കളെ എന്ന അമ്മയുടെ നീണ്ട നിലവിളിയാണ് കുട്ടികളുടെ കാതിലേക്ക് എത്തിയത്. അവൻ മീനുക്കുട്ടിയെ വിളിച്ചുണർത്തി. വിശാലമായ മുറിയിലേക്കെത്തിയ മീനുക്കുട്ടിയെ അമ്മ വാരിയെടുത്ത് പതിവില്ലാതെ ഉമ്മ വെച്ചു. അത് അവനെ അത്ഭുതപ്പെടുത്തി. അമ്മയും അമ്മുമ്മയും കരയുന്നത് എന്തിനെന്ന് അവർക്ക് മനസ്സിലായില്ല. അമ്മുമ്മ മുകളിലേക്ക് കൈ ഉയർത്തി കരഞ്ഞപ്പോഴാണ് മണിക്കുട്ടൻ അവിടേക്ക് നോക്കിയത്. മുകളിലെ ഫാനിലേക്ക് നോക്കുമ്പോൾ അച്ഛൻ്റെ കാൽപാദത്തിൻ്റെ അടിയിലെ ചൂയിങ്കമാണ് ആദ്യം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർ തലേ ദിവസം ചവച്ച് മുറ്റത്തേക്ക് തുപ്പിയിട്ട അതേ ചൂയിങ്കം.